നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹത്തിനായിട്ട് നാടും വീട്ടുകാരും എല്ലാവരും ഒരുങ്ങി. കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് വിവാഹത്തിനുള്ളത്. ഇതിനിടയിൽ പ്രവാസി കൂടിയായ വരൻ നാട്ടിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകളും നടത്തി. പക്ഷേ ആ വീട്ടുകാരെയും വധുവിനെയും എല്ലാവരെയും നടുക്കിക്കൊണ്ട് കേൾക്കുന്ന വാർത്ത വരൻ്റെ മരണ വാർത്തയാണ്. വിവാഹത്തിനായി ഈ മാസം 25-ന് നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് മലയാളി യുവാവിനെ സൗദി അറേബ്യയിലെ ഹഫർ അൽ ബാത്തിനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് എടക്കര ഉഴുതൽപ്പറമ്പ് മുസ്ലിയാരകത്ത് മുന്ന സാഹിലിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുന്നയ്ക്ക് 26 വയസ്സാണ് പ്രായം. അതായത് 25-ാം തീയതി 5 ദിവസം കൂടെ കഴിഞ്ഞാൽ വിവാഹത്തിനായിട്ട് നാട്ടിലേക്ക് വരാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ഒരു മരണ വാർത്ത തേടിയെത്തുന്നത്. ജോലി ചെയ്തിരുന്ന കമ്പനി ഗോഡൌണിന് സമീപം നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിലാണ് ഈ 26 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സൗദിയിലെ ഒരു പ്രമുഖ ഭക്ഷ്യവിതരണ ഗ്രൂപ്പിൽ 2 വർഷമായി സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു മുന്ന സാഹിൽ. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു മരണ വാർത്ത തേടിയെത്തുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഹഫർ അൽ ബാത്തിനിലെ കിങ് ഖാലിദ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമല്ല. പക്ഷേ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കെട്ടിടത്തിൽ തന്നെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എന്താണ് പ്രശ്നം? ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണോ ആത്മഹത്യ ചെയ്യാൻ മാത്രം 26 വയസ്സുകാരനെ നയിച്ചിരിക്കുന്നത്? അതോ തന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണോ ഈ മരണത്തിന് പിന്നിലെന്നും വ്യക്തമല്ല. ഏതായാലും പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിട്ടില്ല. അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണം എന്നുള്ളത് ഏറെ നടുക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം വീട്ടുകാരൊക്കെ വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നാട്ടിൽ നടത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ആത്മഹത്യ, ഈ ഒരു വാർത്ത അവരെ തേടി എത്തുന്നത്.